എക്സ്ട്രാ സെൻസിലേക്ക് സ്വാഗതം. നാസ്തികരുടെ ശാസ്ത്രീയ ദൈവം എന്നൊരു തലക്കെട്ടിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. വിശ്വാസം പലതരത്തിൽ വിശ്വാസികൾ കൊണ്ടു കിടക്കാറുണ്ട്. അതിൽ ചിലത് അവർക്കിണങ്ങിയ ഒരു ദൈവത്തെ, അവരുടെ സങ്കല്പത്തിനും ആവശ്യങ്ങൾക്കും പറ്റിയ ഒരു ദൈവത്തെ അവർ തന്നെ ഉണ്ടാക്കി കൊണ്ടു കിടക്കാറുണ്ട്. ഇതേ തെറ്റ് തന്നെ നിരീശ്വരവാദികളും ചെയ്യാറുണ്ട്. അവർക്ക് തള്ളിപ്പറയാൻ, ഇല്ലെന്ന് പറയാൻ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് വഴങ്ങുന്ന ഒരു ദൈവത്തെ, രണ്ടുപേരും ഏതാണ്ട് ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കും. അവരുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപഗ്രഥന പഠനങ്ങൾക്കുമൊക്കെ ഉപരിയായി നിൽക്കുന്ന ഒരു ദൈവത്തെ യഥാർത്ഥ അളവിലും ആഴത്തിലും വ്യാപ്തിയിലും അന്വേഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനും പകരം ഒരു കൊച്ചു ദൈവത്തെ കണ്ടുപിടിക്കുക, ആ ദൈവത്തെ കൊണ്ടു നടക്കുക, അതേ ദൈവത്തെ കയറി നിരീശ്വരവാദികൾ ആക്രമിക്കുക. ഇത് ഒരു വിശ്വാസിയുടെ വഴിതെറ്റിയ വിശ്വാസവും ആ വിശ്വാസിയുടെ തെറ്റിയ വഴിയിലൂടെ സഞ്ചരിച്ച് ആ ദൈവത്തെ കണ്ടുപിടിച്ചില്ലായ്മ ചെയ്യാനുള്ള നിരീശ്വരവാദിയുടെ ആവേശവുമാണ്. നിരീശ്വരവാദികൾ വിശ്വാസികൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂക്കഡ് ആർഗ്യുമെന്റ് ഉണ്ട്. ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു ആർഗ്യുമെന്റ്. അതായത് സയൻസും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ശാസ്ത്രം മതത്തിനെതിരും മതം ശാസ്ത്രത്തിനുമെതിരാണ്. മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് യാതൊരു വിധത്തിലും ഒരു ശാസ്ത്രീയ ബോധം ഉണ്ടാകില്ല. ഇത് നാസ്തികർ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു വളരെ വെസ്റ്റഡ് ഇൻട്രസ്റ്റോടു കൂടിയുള്ള ഒരു നറേറ്റീവാണ്. നമുക്ക് അത്തരം ഒരു വീഡിയോ തന്നെ കണ്ടു തുടങ്ങാം. സയൻസിന്റെ വിപരീതമാണ് മതം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. വിപരീതം, ഒരു വസ്തുവിന്റെ വിപരീതം എന്താണ്? അതിൽ നിന്ന് ഏറ്റവും അകന്നത്, ഏറ്റവും വിരുദ്ധമായത്. മതം എന്ന് പറയുന്നത് സയൻസിന്റെ വിപരീതമാണ്. മതചിന്ത, ശാസ്ത്രചിന്ത എന്ന് പറയുന്നത് there is no handshake. എത്ര കൃത്യമായിട്ടാണ് അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സയൻസിന്റെ വിപരീതമാണ് മതം. മതത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു സയന്റിഫിക് ടെമ്പർ ഇല്ല എന്നുള്ളതാണ്. ഈ ദൈവം നമ്മുടെ ശാസ്ത്രീയ പഠനങ്ങൾക്ക് വഴങ്ങുന്നതാണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അന്വേഷിക്കണം. മതവും ശാസ്ത്രവും തമ്മിൽ അത്ര ബന്ധമില്ലാത്തതാണോ? മതവിശ്വാസവും ശാസ്ത്രബോധവും തമ്മിൽ, അല്ലെങ്കിൽ ദൈവവിശ്വാസവും ശാസ്ത്രബോധവും തമ്മിൽ യാതൊരു വിധത്തിലും അകലമില്ല. അത് ചേർന്ന് പോകുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ലളിതമായിട്ട് കുറച്ച് മനുഷ്യരെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ അറിയപ്പെടുന്ന പല ശാസ്ത്രജ്ഞന്മാരും തികഞ്ഞ ദൈവവിശ്വാസികളായിരുന്നു. ചെറുപ്പം മുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു പേരാണ് സർ ഐസക് ന്യൂട്ടൻ. ശാസ്ത്രത്തിന്റെ പേരിലും കണ്ടുപിടുത്തങ്ങളുടെ പേരിലുമാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു മാത്രമല്ല, ഈ ശാസ്ത്രീയ ഗവേഷണങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ്, സയന്റിഫിക് എൻക്വയറി ഈസ് എ വേ ടു നോ ഗോഡ്സ് ക്രിയേഷൻ. ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടി കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ സയന്റിഫിക്, ശാസ്ത്രീയ അന്വേഷണം. ഒരു ശാസ്ത്രജ്ഞൻ ശാസ്ത്രത്തെ കാണുന്നത് ദൈവത്തിലേക്കുള്ള യാത്രയായിട്ടാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ ദൈവവിശ്വാസവും ശാസ്ത്രവും തമ്മിൽ ബന്ധമില്ല. ഇനി ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു മഹാശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു ഇന്റലിജന്റ് ക്രിയേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ഇന്റലിജന്റ് ഡിസൈനർ ഉണ്ടെന്നൊരു കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു. ഒരു കൃത്യമായ പർപ്പസോടുകൂടി ഒരു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സൃഷ്ടിക്ക് വളരെ ഭൗതികമായ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു റിയൽ സോഴ്സ് ഉണ്ടെന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അയാൾ ശാസ്ത്രബോധത്തിൽ തന്നെ നിൽക്കുമ്പോൾ
ഒരു ദൈവാവബോധം ഉള്ളൊരു മനുഷ്യൻ കൂടിയാണ്. ആസ്ട്രോണമറും മാത്തമാറ്റീഷ്യനുമായ മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ജോഹാനസ് കെപ്ലർ. ഗ്രഹചലനങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ശാസ്ത്രബോധത്തെക്കുറിച്ച്. തിങ്കിങ് ഗോഡ്സ് തോട്ട് ആഫ്റ്റർ ഹിം. ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവം ചിന്തിച്ച ചിന്തകൾ ദൈവത്തിന് ശേഷം മനുഷ്യൻ ചിന്തിക്കുക. നമ്മളിതൊക്കെ നിരത്തുന്നതിന്റെ കാരണം ശാസ്ത്രവും ദൈവവിശ്വാസവും തമ്മിൽ ഒരു ബന്ധമില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ശാസ്ത്ര അവബോധം ഉണ്ടായാൽ അയാൾ ദൈവത്തെ നിഷേധിച്ചേ മതിയാവും. അതാണ് ശാസ്ത്രബോധം. ശാസ്ത്രബോധമുള്ള ഒരാൾക്ക് ദൈവവിശ്വാസി ആയിരിക്കാൻ പറ്റില്ല എന്ന ആ ആർഗ്യുമെന്റ് തീർച്ചയായും പൊള്ളയാണ്. കാരണം നല്ല ശാസ്ത്രജ്ഞന്മാർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ഞാൻ 2-3 പേരുടെ പേര് പറഞ്ഞിട്ടേ ഉള്ളൂ. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നമ്മൾ കരുതുന്ന പോലെ ഒരാൾ ശാസ്ത്രജ്ഞനാണെങ്കിൽ അയാൾ ദൈവവിശ്വാസി അല്ലായിരിക്കണം എന്നുള്ള ഒരു ചിന്ത ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഇവിടെ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരിൽ പലരും ദൈവവിശ്വാസികളാണെന്നാണ്. ഇനി മറുഭാഗത്ത് ദൈവവിശ്വാസത്തിന് പ്രതി ജീവിതം സമർപ്പിച്ച പല വൈദികർ ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്ന് കൂടെ ഒന്ന് അറിയേണ്ടതുണ്ട്. നിക്കോളസ് കോപ്പർനിക്കസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഹീലിയോസെൻട്രിക് സോളാർ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നുവെന്നൊക്കെ പറഞ്ഞ ഈ കോപ്പർനിക്കസ് ഒരു വൈദികനായിരുന്നു, ഒരു കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു എന്ന് നമ്മളൊന്ന് അറിയണം. നമ്മൾ പരക്കെ ചർച്ച ചെയ്യാറുള്ള പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്ന ബിഗ് ബാങ് തിയറി നമുക്ക് സുപരിചിതമാണ്. അതിന്റെ പ്രൊപ്പോണന്റായ, അത് പോപ്പുലറൈസ് ചെയ്ത ഒരു ശാസ്ത്രജ്ഞന്റെ പേര് ജോർജ് ലെമറ്റിയർ എന്നാണ്. അദ്ദേഹം ഒരു ബെൽജിയൻ കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു. അതുപോലെ റോജർ ബേക്കൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ശാസ്ത്രജ്ഞനും ദൈവശാസ്ത്രജ്ഞനുമായ അദ്ദേഹം മധ്യകാലഘട്ടത്തിൽ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് പേരുകേട്ട അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ ഫ്രയർ ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞത് വൈദികര് ശാസ്ത്രജ്ഞന്മാരാണെന്നുള്ളൊരു വലിയ കാര്യം പറയാനൊന്നുമല്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് അർപ്പിക്കുകയും ചെയ്യുമ്പോഴും ഒരാൾക്ക് ശാസ്ത്രജ്ഞനായിരിക്കാൻ പറ്റും. ശാസ്ത്രത്തെ അങ്ങനെ വളരെ നിസ്സാരമായിട്ട് മതത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും വേർപെടുത്തണ്ട. അങ്ങനെ വേർപെടുത്തുന്നത് വ്യക്തമായ കുടിലമായ ഒരു ലക്ഷ്യത്തോടുകൂടെ മാത്രമാണെങ്കിലേ വേർപെടുത്താൻ സാധിക്കൂ. അല്ലാതെ കാര്യമാത്ര പ്രസക്തമായിട്ട് ചിന്തിച്ചാൽ അതിന് യാതൊരു പോയിന്റുമില്ല എന്ന് പറയാനാണ് ഇത് നിരത്തിയത്. ഇനി പറയാനുള്ള ഒരേ ഒരു തൊടുന്യായം എന്ന് പറഞ്ഞാൽ, ശാസ്ത്രജ്ഞനായതുകൊണ്ട് ശാസ്ത്രീയ ബോധം ഉണ്ടാകണമെന്നില്ല എന്നൊരു ന്യായമാണ്. അത് വെറും പറഞ്ഞതുപോലെ തൊടുന്യായമാണ്. ശാസ്ത്രബോധമില്ലാതെ ഒരു ശാസ്ത്രജ്ഞനും ഉണ്ടാകില്ല. ഇനി എന്താണ് ഈ ശാസ്ത്രബോധം, സയന്റിഫിക് ടെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് വലിയ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല, മറിച്ച് നാസ്തികർ, നിരീശ്വരവാദികൾ കോളേജുകളിലൊക്കെ ചെയ്യാറുള്ളത് പോലെ കുട്ടികളെ പഠിപ്പിക്കുക, അവരെ സയന്റിഫിക്കായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക, വിദ്യാഭ്യാസത്തിൽ അവർ വളർന്നു വരാനായിട്ട് അവർക്കിടയിലേക്ക് ചെല്ലുക എന്നൊക്കെയാണെങ്കിൽ അതാണ് സയന്റിഫിക് ടെമ്പർ എങ്കിൽ അതിനും മതങ്ങള്, ദൈവവിശ്വാസം എതിരല്ല എന്ന് മാത്രമല്ല, ദൈവവിശ്വാസത്തിന്റെ മതത്തിന്റെ സുപ്രധാനമായ നിലപാട് തന്നെ വിദ്യാഭ്യാസമാണ്. ഞാൻ എനിക്കറിയാവുന്ന ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. പള്ളി ഉണ്ടെങ്കിൽ പള്ളിക്കൂട ഉണ്ട്. ആത്മീയത വിദ്യാഭ്യാസത്തോടൊപ്പം ചേർന്ന് പോകുന്നതാണ്. അക്ഷര വെളിച്ചവും ആത്മീയതയും തമ്മിൽ യാതൊരു അകലവുമില്ല. രണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരു ലക്ഷ്യം വെച്ച്. അതിനെക്കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോകളുണ്ട്. അതിൽ സുപ്രധാനമായ ഒന്ന്, ഡോക്ടർ ശശി തരൂർ ഒരു ക്രിസ്തീയ സമൂഹത്തിന്റെ ശാസ്ത്രബോധത്തെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സെയിന്റ് എലിയാസ് കുര്യാക്കോസ് ചാവരുടെ കാലം മുതൽക്ക് ജാതിയും മതമൊന്നും ചിന്തിക്കാതെ പാവപ്പെട്ട കുട്ടികളെയും കൂടി ഒരേ ക്ലാസ് റൂമിൽ ഇരുത്തി, ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയത് ക്രിസ്ത്യൻ ചർച്ച് തന്നെ ആയിരുന്നു.
അത് മാത്രമല്ല, പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം സ്കൂളിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതും ക്രിസ്ത്യൻ ചേർച്ചസ് ആയിരുന്നു. നമ്മളിപ്പോ മിഡ് ഡേ മീലിനെ കുറിച്ചൊക്കെ MGR മുതൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ശരിക്ക് 160 വർഷം മുമ്പ് ക്രിസ്ത്യൻ ചേർച്ചസ് കേരളത്തിൽ ചെയ്ത ഒരു പ്രാക്ടീസാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ the teaching profession was invented in Kerala by churches. ഈ പള്ളിക്കൂടത്തിൽ ആരായിരുന്നു പഠിപ്പിക്കുന്നതായിരുന്നു? ആദ്യം വോളണ്ടിയർ ടീച്ചേഴ്സ് ആയിരുന്നു. സെയിന്റ് ചാവറ പറഞ്ഞത് ശരിയല്ലല്ലോ, ഇവർക്കും ജീവിക്കണ്ടേ, ഇവർക്ക് നമ്മൾ ഒരു കളക്ഷൻ നടത്തി, പള്ളി വിശ്വാസികളുടെ നിന്ന് കളക്ഷൻ നടത്തി ഇവർക്ക് ഒരു ശമ്പളം കൊടുക്കണം എന്ന് ആരംഭിച്ചത് അതും ക്രിസ്ത്യൻ ചേർച്ചസ് ആണ്. ഇനിയും നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് സ്ഥാപിതമായിരിക്കുന്ന ഒരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഒരിടത്താണ്. ഭൂമിയുടെ കാന്തികരേഖ പ്രദേശമായ ഇവിടെ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കണമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയും ഏക്കർ കണക്കിന് സ്ഥലവും തിരുവനന്തപുരം രൂപത വിട്ടുകൊടുത്ത ഇടത്താണ് ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കപ്പെടുന്നത്. ഇനിയും നമ്മൾ പറയരുത് വിശ്വാസികൾക്ക് ശാസ്ത്രീയ ബോധമില്ലെന്ന്. വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ വളരെ വിദൂരത്താണ്. അങ്ങനെ പറയാൻ വേണ്ടി നിങ്ങൾ ഏതോ ചില വഴിതെറ്റിപ്പോയ ദൈവസങ്കല്പങ്ങളെ കണ്ടെടുത്തിട്ട് എല്ലാത്തിനെയും ഒരു കുടക്കീഴിലാക്കി ആക്ഷേപിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നത് ഒരു തന്ത്രപരമായ ഒരു നറേറ്റീവ് മാത്രമേ ആകൂ, വസ്തുതാപരമായിരിക്കില്ല. ഇത്രയും നമ്മൾ പറഞ്ഞത് ശാസ്ത്രത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തണ്ട, മതം ശാസ്ത്രത്തിന്റെ വിപരീതമാണ് എന്ന് പറഞ്ഞ ആ ചിന്തക്കെതിരെയുള്ളൊരു തെളിവുകൾ നിരത്തിയെന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥം ശാസ്ത്രത്തിന് വിധേയമായ ഒരു ദൈവത്തെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശാസ്ത്രീയമായ അറിവുകൾക്കും അപഗ്രഥനങ്ങൾക്കും കീഴ്പ്പെടുന്ന ഒരു ദൈവമാണെങ്കിൽ അതെന്ത് ദൈവമാണ്? സകലതും സൃഷ്ടിച്ചു എന്ന് പറയുന്ന സകലതിനും ഉപരിയായ ഒരു ദൈവത്തെക്കുറിച്ച് ആണ് യഥാർത്ഥ വിശ്വാസ ലോകം സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അതിനെ ഒരു വിശ്വാസിക്ക് വിശ്വസിക്കുന്നത് കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റില്ല. അതൊരു കടലിൽ കിടക്കുന്ന മത്സ്യത്തെ കണക്കാണ് ഈ വിശ്വാസി. ആ മത്സ്യം കടലിനെ ഒരു പരിധിവരെ അനുഭവിച്ചറിയുന്നു, അല്ലെങ്കിൽ ഇത് കടലാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും കടലിനി എത്രയോ അഗാധമായി കിടക്കുന്നു. അതിന് ഇനിയും ഈ മത്സ്യത്തിന് എത്താൻ സാധിച്ചിട്ടില്ലാത്ത ആഴങ്ങളും അകലങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ചിലർ ചോദിക്കുന്നത്, ദൈവമുണ്ടെങ്കിൽ പിന്നെ ദൈവത്തെ എന്തിനാണ് അന്വേഷിക്കുന്നത്? ദൈവമുണ്ടെങ്കിലും ആ ദൈവത്തിന് എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അറിയാത്ത ആഴവും അകലവും ഉള്ളത് കൊണ്ടാണ്. അപ്പോ അങ്ങനെ ഒരു വിശ്വാസിക്ക് വിശ്വാസം കൊണ്ടും ജീവിത സമർപ്പണം കൊണ്ടും പൂർണ്ണമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റാത്തൊരു ദൈവത്തെ ഒരു നിരീശ്വരവാദിക്ക് ഒരു ചെറിയ ചിന്ത കൊണ്ടും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ ഉപകരണങ്ങളിലൂടെ നോക്കിയും നിഷേധിക്കാനും പറ്റില്ല. വളരെ രസകരമായ ഒരു കഥയുണ്ട് വിശുദ്ധ അഗസ്തീനെ കുറിച്ച്. അദ്ദേഹം ഒരു കടലിന്റെ തീരത്തൂടെ നടന്നു പോവുക. ഇദ്ദേഹം ഒരു വൈദികനാണ്, വിശുദ്ധനാണ്, വലിയ പണ്ഡിതനുമാണ്, ഒരു തത്വചിന്തകനാണ്. ദൈവിക കാര്യങ്ങളെക്കുറിച്ച്, അതിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ച് നടക്കുക. പുസ്തകങ്ങളൊക്കെ എഴുതാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം ചിന്തിച്ച് നടക്കുമ്പോൾ പെട്ടെന്നൊരു കാഴ്ച കാണുന്നത്. ഒരു കൊച്ചു കുട്ടി മണലിലൊരു കുഴിയുണ്ടാക്കിയിട്ട് കയ്യിലൊരു ഷെല്ലുമായി കടലിലേക്ക് ഓടുന്നു. ആ ചെറിയ ഷെല്ലിൽ കടലിൽ നിന്നൊരു അല്പം ജലം കോരിയെടുത്ത് കൊണ്ടുവന്ന് ഈ കുഴിയിലേക്ക് ഒഴിക്കുകയാണ്. ഈ വിശുദ്ധൻ അഗസ്റ്റിൻ അത് നോക്കി നിന്നു. കുട്ടി കടലിലേക്ക് ഓടുന്നു, ആ ജലവുമായിട്ട് വരുന്നു, ഈ കുഴിയിൽ നിറയ്ക്കുന്നു. അഗസ്റ്റിൻ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നു? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ ആ കടല് മുഴുവൻ ഈ കൊച്ചു കുഴിയിൽ ഒഴിച്ച് വറ്റിക്കാൻ പോവാ. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അഗസ്റ്റിൻ പറഞ്ഞു, നീ എന്തായി കാണിക്കും? നീ വിചാരിക്കുന്നു ഈ കൊച്ചു കുഴിയിൽ ആ കടൽ ഒഴിച്ച് വറ്റിക്കുമെന്ന്? അപ്പം ചിരിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു,
സാറ് ചിന്തിക്കുന്നത് ഇതിനെക്കാട്ടി പാടുപെട്ട കാര്യമാണ്. ഈ സകലനും സൃഷ്ടിച്ച 1000 കടലിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവത്തെ ഈ കൊച്ചു കുഴിയിൽ ചിന്തിച്ചിറക്കാമെന്ന് കരുതും. നമ്മൾ അന്വേഷിക്കുന്നത് നമുക്കും അപ്പുറത്താണെങ്കിൽ, സകലതിനും അപ്പുറത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഒതുക്കിയെടുക്കാൻ അതിനെ പറ്റില്ല. അങ്ങനെങ്കിൽ അത്ര വിസ്തൃതവും വിശാലവും വാക്കുകൾക്കും ചിന്തകൾക്കും ഉപരിയായ ഒരു ദൈവത്തെ ഒരു വിശ്വാസിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ, അതേ ദൈവത്തെ എങ്ങനെ ഒരു അവിശ്വാസിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റും? ശാസ്ത്രീയമായി അപഗ്രഥിച്ച് വെറുതെ പറയാം, നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നു. അത്ര സിമ്പിൾ ആണെങ്കിൽ കുഴപ്പമില്ല. അതിന് ശാസ്ത്രത്തിന്റെ കൂട്ടുപിടിക്കരുത്. ഒരു വിശ്വാസി ദൈവത്തെക്കുറിച്ച് പറയാൻ ശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നിരീശ്വരവാദിയും വിശ്വാസി പറയുന്ന അതേ ദൈവത്തെക്കുറിച്ച് തള്ളിപ്പറയാൻ ശാസ്ത്രത്തിന്റെ കൂട്ടുപിടിക്കരുത്. നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലെന്ന് പറയും. അത്രമാത്രം. അതിനൊരു സിംപ്ലിസിറ്റി ഉണ്ട്. അത്ര സിമ്പിൾ ആകണം. വിശ്വാസിയും സിമ്പിൾ ആകണം, നിരീശ്വരവാദിയും സിമ്പിൾ ആകണം. ഒരു വലിയ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ബുദ്ധി നടിക്കരുത്. ആ ബുദ്ധിയുടെ പേര് വിഡ്ഢിത്തമെന്നായിരിക്കും. അത് വിശ്വാസിയായാലും നിരീശ്വരനായാലും. അപ്പോ പിന്നെ ഒരു ചോദ്യമുണ്ട്. ഈ വിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നിരീശ്വരവാദി തല്ലിക്കൊണ്ടിരിക്കുന്നതുമായ ഈ ദൈവം ഏതാണ്? രണ്ടുപേർക്കും പറ്റിയ ഒരു ദൈവത്തെ രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഒരു വിശ്വാസി കണ്ടുപിടിച്ച് നിരീശ്വരവാദിക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ദൈവത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന് ആ തല്ലിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെയാണ്. ദൈവത്തിന്റെ രൂപങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ ക്രിസ്തുവിന്റെ ഒരുപാട് രൂപങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ ഒരാൾ അതിലൂടെയൊക്കെ നോക്കി നടന്നിട്ട് വലിയ രൂപങ്ങളൊക്കെ ഉണ്ട്, അത്ര ആകർഷണീയമല്ലാത്ത, വലിയ വിലക്കുറവൊന്നും ഇല്ലാത്തൊരു ചെറിയ രൂപം എടുത്തു. കടക്കാരൻ പറഞ്ഞു, ഇതിനെക്കാട്ടി നല്ല രൂപം ഉണ്ടല്ലോ, നല്ല തേജസ്സുള്ള രൂപം. എന്നിട്ട് എന്താ ഈ ചെറുതെടുക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കിത് മതി. അല്ല, മനസ്സിലാകുന്നില്ല, കുറച്ചുകൂടെ നല്ലത് എടുത്തൂടെ? അപ്പൊ അയാൾ പറഞ്ഞു, അത് സംഭവം അതല്ല, എൻ്റെ വീട്ടിലെ ഷെൽഫ് വളരെ ചെറുതാണ്, അതിൽ ഇതേ ഫിറ്റാകും. നമ്മുടെ ജീവിതത്തിന്റെ ഇഷ്ടങ്ങൾക്ക് ഫിറ്റായ ദൈവത്തെ ചില വിശ്വാസികൾ കണ്ടുപിടിക്കും. അവരുടെ വഴികളിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. ദൈവത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികളെ കുറിച്ച് ധ്യാനിച്ചെത്താൻ പരിശ്രമിക്കാതെ, സ്വന്തം ആവശ്യങ്ങളുടെ വഴികളിലൂടെ വലിച്ചിറക്കാൻ പറ്റുന്ന ഒരു ദൈവത്തെ വിശ്വാസികൾ കൊണ്ടു നടക്കുന്നു. നിരീശ്വരവാദികളുടെ സ്കോപ്പ് ഈ ദൈവമാണ്. കൊള്ളാം, നമുക്ക് പറ്റിയ ഒരു ദൈവത്തെ അവർ സമ്മാനിച്ചിരിക്കും. നിങ്ങൾ ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് ഇല്ല എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ആ ദൈവത്തിന് ബാലരമയിലെ മായാവിയുടെ വലിപ്പം പോലും കാണില്ല. അല്ലെങ്കിൽ കുട്ടൂസന്റെ കുപ്പിയിൽ കൊണ്ടു നടക്കുന്ന മായാവിയെ പോലെ വിശ്വാസി പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവർ കരുതുന്നു. ഞങ്ങൾ പറയുന്ന കണക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നിരീശ്വരവാദിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം തല്ലാനും കൊല്ലാനും പറ്റിയ ഒരു ദൈവം. രണ്ടുപേർക്കും തെറ്റുപറ്റിയിരിക്കുന്നു. യു ആർ ഫൈറ്റിംഗ് വിത്ത് എ റോങ് പേഴ്സൺ. ഒരു എത്തീസ്റ്റ് ഫിലോസഫറായ നീഷെ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, ഗോഡ് ഈസ് ഡെഡ് ഓർ വി ഹാവ് കിൽഡ് ഗോഡ്. ഏത് ദൈവത്തെയാണ് കൊന്നുകളയാൻ കഴിയുന്നത്? അത് മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവത്തെയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവത്തെ അല്ല. സകലതിനും ഉപരിയായ ദൈവത്തെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് വിശ്വാസം. അതാണ് വിശ്വാസത്തിന്റെ പ്രസക്തി. ഈ കടൽ എനിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഈ കടലിനെ മനസ്സിലാക്കുന്നത് ഒരു കൈക്കുടന്ന ജലം പോലെയാണ്. ഈ ജലത്തിൽ നിന്നും എനിക്ക് കടലിലേക്ക് പോകണമെങ്കിൽ എനിക്ക് വിശ്വാസത്തിന്റെ നൗകയിൽ ഞാൻ യാത്ര ചെയ്യും. ആ കടലിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കും കഴിയില്ല. അപ്പോ തല്ലിക്കൊണ്ടിരിക്കുന്നത് വേറെ ഏതോ ദൈവത്തെയാണ്. ഫൈറ്റിംഗ് വിത്ത് എ റോങ് ഗൈ.